ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റത്തെ ഒരു വ്ളോഗ് വീഡിയോ ആണത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്, ഞാനും അനിയത്തിയും കൂടി. അപ്പം മക്കളും ഉണ്ട് കൂടെ. പുറത്ത് പോവാം, അവർ പുറത്ത് പോവാം. ഇച്ചുണ്ടോ കൂടെ? ഇച്ചുണ്ട്. നമ്മൾ അക്ഷയ് പോവാം. കിക്കി ഹായ് പറ. കിക്കി ഇങ്ങോട്ട് നോക്ക്. കിക്കി ഹായ്. അപ്പോൾ അതുമാതിരി ഇവിടെ അപ്പുറത്തെ വീട്ടിലെ വല്യമ്മയാണത്. അപ്പോൾ ഞങ്ങൾ കിക്കി പേടിയായി. വല്യമ്മ കത്തിയിട്ട് വന്നപ്പോൾ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായി. അപ്പം എക്സ്പ്രഷനാണത്. ബസ്സിന് വെയിറ്റ് ചെയ്യണേ. ബസ് പെട്ടെന്ന് ബസ് കിട്ടി. ബസ് കയറാൻ റോട്ടിലേക്ക് എത്തിയപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബസ് കയറി. ഇച്ചും ആദ്യമായിട്ടാണ് തോന്നുന്നു ബസ് കയറുന്നത്. കിക്കി പിന്നെ ഇടയ്ക്ക് ബസ് കയറാറുണ്ട്. അവൾക്ക് വലിയ ഇതൊന്നുമില്ല. അവൾക്ക് പാട്ടൊക്കെ ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ പാട്ടിന് ഡാൻസ് കളിക്കണത്. പാട്ട് എവിടെ കേട്ടോ അവൾ ഡാൻസ് കളിക്കും. ഒരുവിധം പാട്ടിനൊക്കെ ഒപ്പത്തേക്ക് ഡാൻസ് കളിക്കലാണ് പണി. അത് ഇഷ്ടപ്പെട്ട പാട്ടാണ്. നല്ല ഇപ്പോഴത്തെ ട്രെൻഡി ടൈപ്പ് പാട്ടാണ്. ഇന്നലെ അവൾ കളിക്കും. ഞാൻ ജസ്റ്റ് കയറാൻ വന്നപ്പോഴത്തേക്ക് CBHS ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് പിള്ളേർ കയറിയപ്പോൾ മക്കളെ കണ്ടപ്പം ഇച്ചുവിനെയും കിക്കിനെയും കണ്ടപ്പോൾ ആ കുട്ടികൾക്ക് ഭയങ്കര ക്യൂട്ട് ബേബീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറിങ് ആയിരുന്നു കുട്ടികളെ. തൊട്ടിട്ടും ഒഴിഞ്ഞിട്ടും എടുക്കാൻ നോക്കിയിട്ടും. അപ്പോൾ കിക്കാണെങ്കിൽ പോകുന്നുണ്ടായിരുന്നില്ല. ഇച്ചുവിന് പിന്നെ ചെറിയ കുട്ടിയാണല്ലോ, അവർക്ക് എടുക്കാനൊരു പേടിയും ഉണ്ടായിരുന്നു. കിക്കീനെ വിളിച്ചു, പക്ഷെ അവൾ പോയില്ല. പിന്നെ അവൾ എന്തോ ഒരു ഇതിനങ്ങ് പോയി. അതേമാതിരി നമ്മൾ തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ പിള്ളേർക്ക് വിടാൻ തോന്നുന്നില്ല. ചേച്ചി നിങ്ങൾ ഇറങ്ങുകയാണോ, അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങുകയാണോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാനായി, ഞങ്ങൾ അത്താണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങി അങ്ങനെ നടന്നു. അക്ഷയക്ക് പോയി. അക്ഷയ കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊരു കൂൾ ബാറിൽ കയറി. പിള്ളേർ രണ്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെയെങ്കിൽ പുറത്തിറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് കൂളാവുക വെച്ചിട്ട് പിന്നെ ഒരു അങ്ങനെ കഴിച്ചു. ലൈറ്റായിട്ട് അങ്ങനെ കഴിച്ചു. ഞങ്ങൾ പിള്ളേർ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കിക്കിക്ക് ഭയങ്കര വാശിയായിരുന്നു. അത് വേണം ഇത് വേണം. അപ്പം വേണം, അപ്പോൾ വേണം. ഞങ്ങളിത് കഴിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് അവൾക്ക് എന്ത് കുടിക്കണമെങ്കിലും ആ സാധനത്തിൽ സ്ട്രോ ഒക്കെ വേണം. അപ്പോൾ സ്ട്രോയ്ക്ക് കാച്ചണം. അപ്പോൾ ഞാൻ സ്ട്രോ പോലത്തെ നമ്മളൊരു വേഫർ റോളുണ്ട്, അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവൾ കുറേ കൊതിഞ്ഞു. ഇച്ചു പിന്നെ ഫുഡ് കഴിക്കാനൊന്നും ആവാത്തതുകൊണ്ട് ഇച്ചു അങ്ങനെ അലമ്പൊന്നുമില്ല. പിന്നെ ഞങ്ങളൊരു ഫാൻസി കട കയറിയതാണ്. അവിടെ കയറിയപ്പോൾ കിക്ക് ഭയങ്കര വാശിയാണ്, കുറുമ്പത്തിയാണ്. അത് കണ്ടിട്ട് അവിടുത്തെ ഒക്കെ വലിച്ചിടണം. അവൾക്ക് അവിടെ കയറിയിട്ട് ഇവിടെ പോയിട്ട് അതൊക്കെ എടുക്കണം. അങ്ങനെ ഇങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എടുക്കാനൊന്നും. ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഒരു രീതിയിൽ മറ്റാളും പാലുടിക്കാനൊക്കെ ആയിട്ട്, ഇച്ചും പാലുടിക്കാനൊക്കെ ആയിട്ട് കരയിൽ ഒടുങ്ങി. ഞങ്ങൾ വെള്ളം തെറിച്ച് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ തിരിച്ച് കണ്ടു വന്നു. അമ്മേനൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അമ്മേനെ കണ്ടാൽ കിക്കി ഒന്ന് കൊള്ളാമെന്ന് വിചാരിച്ചു. അമ്മ അവിടെ നമ്മുടെ നാട്ടിലെ ലൈബ്രറിയനാണ്. മുഹമ്മദ് ഗ്രന്ഥശാലയാണ്, മുഹമ്മദ് ഗ്രന്ഥശാല. അവിടെ അമ്മ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അമ്മേനെ കണ്ട് മോളൊന്ന് കൂളായിക്കോളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി. അവിടെ പണ്ട് കുറേ ബുക്കൊക്കെ വായിച്ചില്ലെങ്കിലും ബുക്കൊക്കെ എടുക്കുമായിരുന്നു. വീട്ടിൽ കൊണ്ടേക്കും കുറച്ചൊക്കെ കാണും. പിന്നെ അത് 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കും. ഇതാണ് ഞങ്ങളൊക്കെ പണി. കിക്കിക്ക് കുറേ ബുക്ക് കണ്ടപ്പോൾ അവൾക്ക് എഴുതണം, പിടിക്കണം, പെന്ന് വേണം, ബുക്ക് വേണം, വലിച്ചിടലായിരുന്നു. അങ്ങനെ സെറ്റ്.